24 ബിഗ് ബ്രേക്കിംഗ്. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനകീയമാകാൻ സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ പരാതികളും അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി അറിയിക്കാൻ പുതിയ സംവിധാനം വരുന്നു. തീരുമാനം നാളത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ഇന്ന് 5 മണിക്ക് മുൻപ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കുറിപ്പ് 24-ന് ലഭിച്ചു. ആർ ശ്രീജിത്താണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, അങ്ങനെ സർക്കാർ ജനകീയമാകാൻ എന്തൊക്കെ നടപടികളിലേക്ക് കടക്കും ശ്രീജിത്ത്? ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാർ കൂടുതൽ ജനകീയമാകാനും മുഖം ഇരിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾക്കാണിപ്പോൾ സർക്കാർ തുടക്കമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ പരാതികളും അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി അറിയിക്കാനും സർക്കാരിന് മുന്നിൽ വന്ന നൂതനാശയങ്ങളിന്മേലുള്ള നടപടികൾ എന്താണെന്ന് അറിയാനും ഒപ്പം തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങളും ഇടപെടലുകളും ജനങ്ങളെ അറിയിക്കാനുമെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വിപുലമായ സംവിധാനത്തിനാണ് സർക്കാർ രൂപം കൊടുക്കാൻ പോകുന്നത്. വിവര സാങ്കേതിക വിനിമയ വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനമെന്നാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കുറിപ്പിൽ പറയുന്നത്. ഈ കുറിപ്പിന്മേൽ എല്ലാ വകുപ്പ് സെക്രട്ടറിമാരുടെയും അഭിപ്രായം ആരാഞ്ഞിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കകം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് വകുപ്പ് സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന തിരക്കിലാണ് വകുപ്പ് സെക്രട്ടറിമാർ. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. നാളെയാണ് ഏത് തരത്തിലുള്ളൊരു സംവിധാനമാണ് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നതെന്ന് വ്യക്തമാവുക. നവകേരള സദസ്സിലും മറ്റും പൗരപ്രമുഖർ ഉന്നയിച്ച നിരവധി വിഷയങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഇതിന്മേലൊക്കെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ഈ അഭിപ്രായങ്ങളിന്മേലുള്ള പദ്ധതികൾ എന്തൊക്കെയായി എന്ന് പുരോഗതിയും അറിയേണ്ടതുണ്ട്. ഒപ്പം സർക്കാർ നടത്തിയ ഇടപെടലുകളും പദ്ധതികളും ജനങ്ങളെ അറിയിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം രൂപപ്പെടുത്തണം. അതിനായി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് അയച്ച കുറിപ്പിൽ പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാർ കൂടുതൽ ജനകീയമാകാനുള്ള ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംവിധാനമെന്ന് പറയുന്നത്. എന്തായാലും ഈ സംവിധാനം എന്താണ് എന്ന തരത്തിലുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ സർക്കാർ തലത്തിലുള്ളത്. ശ്രീജിത്ത്, ഇപ്പോൾ നേരത്തെ ഈ സർക്കാർ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുമായിരുന്നു. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഓരോന്നും അതിലെത്ര എണ്ണം പൂർത്തീകരിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ട്, മറ്റു പദ്ധതികളുടെ അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്. മറ്റൊന്ന്, ഈ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഓരോ ജില്ലകളിലും നടത്തിയ പര്യടനം, അവിടെ ലഭിച്ച പരാതികൾ. അപ്പോൾ ഈ ഇത്തരത്തിലൊരു സംവിധാനത്തിൻ്റെ തുടക്കമെന്നോണമൊക്കെ നടപടികൾ ഉണ്ടായതാണല്ലോ. അതിൽ നിന്നൊരു മാറ്റം വരുന്ന രീതിയിൽ എന്തായിരിക്കും ഈ പുതിയ സംവിധാനം എന്നാണ് കരുതേണ്ടത് ശ്രീജിത്ത്? ഉന്മേഷ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനും പ്രോജക്റ്റുകളുടെ പുരോഗതി വിലയിരുത്തലുമുള്ള സംവിധാനങ്ങൾ, വെബ്സൈറ്റുകളും ഡാഷ്ബോർഡുകളുമൊക്കെ സർക്കാരിനുണ്ട്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് പരാതി നൽകാനും അത് പരിഹരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പുരോഗതി വിലയിരുത്താനുമുള്ള വെബ് പോർട്ടലുകളും മറ്റു സംവിധാനങ്ങളും സർക്കാരിനുണ്ട്. ഓരോ വകുപ്പുകൾക്കും അത്തരം സംവിധാനങ്ങളുണ്ട്. ഇനി സർക്കാരിൻ്റെ നേട്ടങ്ങളും മറ്റും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി PRD പോലുള്ള വിപുലമായ സംവിധാനങ്ങളും ഒപ്പം നവമാധ്യമ വിഭാഗവുമൊക്കെ സർക്കാർ നടത്തുന്നുണ്ട്. ഇതിനു പുറമെ എന്താണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിനെ കൂടുതൽ ജനകീയമാക്കാനും സർക്കാരിൻ്റെ പ്രചരണ പരിപാടികൾ കൂടുതൽ നടത്താനുമുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്ക് കാണാൻ കഴിയൂ. എന്തായാലും വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം വേണമെന്നാണ്. അതായത് ഈ കുറിപ്പിൽ പറയുന്നത്, ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ, പരാതികൾ മുഖ്യമന്ത്രി അറിയിച്ച് അവ പരിഹരിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനായി വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിപുലമായ ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വരേണ്ട നൂതനാശയങ്ങൾ, പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിവിധ പൊതുവിഷയങ്ങൾ, വിവിധ പദ്ധതികളുടെ നടത്തിപ്പ്, വ്യക്തിഗത പരാതികൾ തുടങ്ങിയവയിൽ സർക്കാരിൻ്റെ സമയബന്ധിതവും ഫലപ്രദവുമായ ഇടപെടൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം സർക്കാർ പദ്ധതികളും നടപടികളും പൊതുജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. പുതിയ സംവിധാനം ഒരുക്കുന്നതിനുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 27/8/2021 മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നാണ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കുറിപ്പിൽ മുഖ്യമന്ത്രി പറയുന്നത്. അതായത് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാണോ എന്തോ സർക്കാരിൻ്റെ അണിയറയിൽ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ സർക്കാരിനെ ജനകീയമാക്കാനും മുഖം വയ്ക്കാനുള്ള നടപടികൾ ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഈ വകുപ്പുകളിൽ നിന്നും നിർദ്ദേശങ്ങളും മറ്റും ക്ഷണിച്ചിരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.